സാധിക്കുമെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും പവർഫുള്ളായ 9 ഇസ്മുകളാണ്. ഏതൊക്കെയാണ് ഇസ്മ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്കറിയാം അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ്. കാരണം ആ ഇസ്മ അള്ളാഹുവിന്റെ ഇസ്മുകളാണ്. ആരാണ് അള്ളാഹ്? നമ്മളെ പടച്ചവൻ അള്ളയാണ്. ഈ ലോകം മുഴുവനും സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ പേരിന് വളരെയേറെ ശ്രേഷ്ഠതയുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല ആ ഇസ്മ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മഹാനായ നബി തങ്ങൾ പറയുന്നു, അവനിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അൽ ജന്ന, അത് സ്വർഗമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗം ലഭിക്കണമെന്നാണ്, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണണമെന്നാണ്. അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം. അപ്പോൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചാൽ അള്ളാഹു നൽകുന്നത് സ്വർഗമാണ്. നമ്മളെ മജ്ലിസ് കേൾക്കുന്ന പല ആളുകൾക്കും അസ്മാഉൽ ഹുസ്ന അറിയാം. പല ആളുകളും അസ്മാഉൽ ഹുസ്ന പലപ്പോഴായി ചെല്ലുന്നുണ്ടോ എന്ന് അറിയാം. നമ്മൾ പലപ്പോഴായി അസ്മാഉൽ ഹുസ്നയിലെ മഹത്വങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇസ്മുകളുടെ അർത്ഥങ്ങളും അതുപോലെ തന്നെ മഹത്വങ്ങളും പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് ബിസ്മിയുടെയും ലാ ഹൗലയുടെയും കൂടെ ചെല്ലേണ്ട അത്ഭുതകരമായ 9 ഇസ്മുകളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാന്മാര് പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്ക് കേൾക്കണം കേട്ടോ, എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കരുത്, ശരിക്ക് കേൾക്കണം. മഹാന്മാര് പറയുന്നുണ്ട്, മൻകാനത് ലഹു ഹാജത്തുൻ, ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട്. അല്ലേ? എത്രയോ ആളുകള് പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ നല്ല വീട് വേണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോഴും വീട് പണി തീരാത്ത ആളുകളുണ്ട്. കൊല്ലങ്ങളായി തുടങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഉസ്താദേ നല്ല ജോലിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകൾ, അല്ലേ? നല്ല മക്കൾ ഉണ്ടാകാൻ, അതുപോലെ തന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാൻ, അതുപോലെ തന്നെ മക്കളുടെ വിവാഹം ശരിയാകാൻ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു പ്രശ്നമാണ് കടങ്ങൾ വീടണം ഉസ്താദേ. കടങ്ങൾ കാരണം ദിവസങ്ങളോളായി മാസങ്ങളോളായി കിടന്നുറങ്ങിയിട്ട് കടക്കാര് വന്ന് ശല്യം ചെയ്യാണ്. ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് ഉസ്താദെ. വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് എത്തിയിട്ടുണ്ട് ഉസ്താദെ. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു മരുന്നാണ് ഞാൻ പറയുന്നത്. മഹാന്മാര് പറയാണ്, മൻകാനത് ലഹു ഹാജത്തുൻ, ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട്. ഒരാവശ്യം, ഏതാവശ്യവുമാകാം. ഹലാലായ ആവശ്യട്ടോ, എന്തെങ്കിലും ആവശ്യം, ഹറാമായ ആവശ്യങ്ങളല്ല. ഹലാലായ ഒരു ആവശ്യം ഒരാൾക്കുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഔ അസാബഹു കർബുൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, അതെല്ലാം നീങ്ങിപ്പോകണം, അതല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫൽയുസല്ലി സുബ്ഹ, സുബ്ഹി നിസ്കരിക്കുക. സുബ്ഹി നിസ്കരിക്കാത്തവരായി ആരും നമ്മളെ മജ്‌ലിസിൽ ഉണ്ടാവൂല. കാരണം സുബ്ഹി നിസ്കാരങ്ങളിൽ പവർഫുള്ളാണ്. ഒരൊറ്റ നിസ്കാരവും ഖളാ വീട്ടാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒഴിവാക്കാൻ പാടില്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ബൈനൽ അബ്ദി വശ്ശിർക്കി തുർക്കുസ്സലാത്ത്, ഒരു മുസ്ലിമായ മനുഷ്യന്റെയും അമുസ്ലിമായ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ തർക്കസ്സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളുണ്ട് ഒരു വക്ത് നിസ്കരിക്കൂല, നിസ്കാരം ഖളാ ആക്കുക, സുബ്ഹി നിസ്കരിക്കൂല, അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. എന്നിട്ട് ഓലിങ്ങനെ കുറെ ദ്വയർക്കാൻറ്റ, ഓലിങ്ങനെ കുറെ ദിക്റും സ്വലാത്തും ചൊല്ലാൻറ്റ, ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും തിരുനോട്ടവും നമ്മളെ ജീവിതത്തിലില്ല, ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. അള്ളാഹുവേ, 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഫൽയുസല്ലി സുബ്ഹ, സുബ്ഹി നിസ്കരിക്കുക. സുമ്മ യഖൂലു ഫീ മജ്ലിസിഹി, പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് പറയണം. നമ്മളെ നിസ്കരിച്ച സ്ഥലം, നിസ്കരിച്ച മജ്ലിസ്, അവിടെ ഇരുന്നു കൊണ്ട് പറയുക. മിഅത മർറ, 100 പ്രാവശ്യം പറയണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ 100 പ്രാവശ്യം ഒരു ദിക്ർ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നും അല്ല. ബുദ്ധിമുട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ, ഇസ്മുകൾ പതിവാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു കാവല്, അതിന്റെ ഒരു ബർക്കത്ത്, അതിന്റെ ഒരു റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെ 100 പ്രാവശ്യം ആ മജ്ലിസിൽ ഇരുന്ന് നമ്മൾ പറയേണ്ടത് എന്താണ്? ശരിക്ക് ശ്രദ്ധിച്ചോളൂ, സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ എന്റെ ഉമ്മമാരെ, ഞാൻ പറയുന്നത് ശരിക്ക് കേൾക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ബിസ്മില്ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബിസ്മിയും ലാ ഹൗലയും ചെല്ലണം എന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പൊ ബിസ്മില്ലി, ലാ ഹൗല ചൊല്ലി, അതിനുശേഷം നമ്മൾ പറയേണ്ട 9 ഇസ്മുകളാണ് പറയാൻ പോകുന്നത്. ശരിക്ക് ശ്രദ്ധിക്കണേ, കേൾക്കണേ ഉമ്മമാരെ. യാ ഖദീമു, യാ ഖദീമു, യാ ദായിമു, യാ ഫർദു, യാ വിത്റു, യാ അഹദു, യാ സ്വമദു, യാ ഹയ്യു, യാ ഖയ്യൂമു, യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്നുകൂടെ ചൊല്ലിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്തിട്ട് നമ്മൾ പഠിക്കുക, നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കുക. ഒരാൾ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ ദിക്റൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ എഴുതിയെടുത്ത് ഒരു ബുക്ക് ഉണ്ടാക്കാൻ അയക്കുന്നുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകും. ഒന്നുകൂടെ കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു, യാ ദായിമു, യാ ഫർദു, യാ വിത്റു, യാ അഹദു, യാ സ്വമദു, യാ ഹയ്യു, യാ ഖയ്യൂമു, യാ ദൽ ജലാലി വൽ ഇക്റാം. സുബ്ഹാനല്ലാഹ്. ഇതിന് നമ്മൾ യാ ഖദീമ് കേട്ടിട്ടുണ്ട്, യാ ദായിമ് കേട്ടിട്ടുണ്ട്, യാ ഫർദ് കേട്ടിട്ടുണ്ട്, യാ വിത്റു അത് അസ്മാഉൽ ഹുസ്നയിൽ ചിലപ്പോൾ കണ്ടോളുന്നില്ല. പക്ഷെ യാ വിത്റു എന്നുള്ളത് അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. യാ വിത്റു, അല്ലാഹ് ഒറ്റയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ യാ അഹദു, യാ സ്വമദു, യാ ഹയ്യു, യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ 9 ഇസ്മുകളാണ് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ആവശ്യങ്ങൾ നിറവേറുകയാണ്, അതുപോലെ പ്രയാസങ്ങളൊക്കെ നീങ്ങുകയാണ്. ഇതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിയാലേ നമ്മളെ കാര്യങ്ങൾ സാധിക്കൂ. സർവ്വതും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. അള്ളാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം നമ്മൾക്ക് ഇത് ചൊല്ലി ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു, യാ ദായിമു, യാ ഫർദു, യാ വിത്റു, യാ അഹദു, യാ സ്വമദു, യാ ഹയ്യു, യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു, യാ ദായിമു, യാ ഫർദു, യാ വിത്റു, യാ അഹദു, യാ സ്വമദു, യാ ഹയ്യു, യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു, യാ ദായിമു, യാ ഫർദു, യാ വിത്റു, യാ അഹദു, യാ സ്വമദു, യാ ഹയ്യു, യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു, യാ ദായിമു, യാ ഫർദു,
യാ വിത്തുറു യാ അഹദു യാ സമദു യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. യാ ഖദീമു യാ ദായിമു യാ ഫർദു യാ വിത്തുറു യാ അഹദു യാ സമദു യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. يا قديم يا دائم يا فرد يا وتر يا أحد يا صمد يا حي يا قيوم يا ذا الجلال والإكرام. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഇപ്പൊ നമ്മൾ പറഞ്ഞ 9 ഇസ്മുകള് ബിസ്മിയോടുകൂടെയും ലാ ഹൗല കൂട്ടി ചൊല്ലിയിട്ടുണ്ട്. വളരെ ബർക്കത്താണ്. ബിസ്മി എന്ന് തന്നെ പറഞ്ഞ വളരെ ബർക്കത്താണ്. ലാ ഹൗലയെ കുറിച്ച് പിന്നെ പറയാനില്ല. ഒരുപാട് നമ്മൾ പറഞ്ഞതാണ്, ചൊല്ലിയതാണ്. അല്ലാഹുവേ നിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ആത്മീയമായ പുരോഗമനം നൽകണേ അല്ലാ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നല്ല ജോലി നൽകണേ റഹ്മാനെ. കടം കാരണം വീട് ജപ്തിയിലെത്തിയ ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹുവേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട്. വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എത്ര വലിയ കടമാണെങ്കിലും എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണല്ലോ നീ റഹ്മാനെ. കൊടുക്കണേ റഹ്മാനെ. റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ നാദാ. പടച്ചവനെ വീടില്ലാത്തവർക്ക് നല്ല ഉദ്ദേശിക്കുന്ന വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയുള്ള മക്കളാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല സീറ്റ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ.
പഠിച്ച ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്ക് ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ മാരകമായ രോഗം കാരണം പ്രയാസത്തിലാണ്. രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, അവരെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ കുടുംബക്കാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട്, സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, മുഅ്മിനീങ്ങള്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. പരാജയം നൽകല്ല അല്ലാ. ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ റൗള സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നിനക്കറിയാം റഹ്മാനെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു സഹോദരി അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. യാത്ര എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ നിനക്കറിയാം. അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും അകറ്റണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ടുകാക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم.